പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ഗൾഫ് മേഖലയിൽ അസ്വസ്ഥതകൾ തുടരുകയുമാണ്. സൗദിയിലെ വിമാനത്താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് ആക്രമിക്കുമെന്ന ഭീഷണിയുമായി യമനിലെ ഹൂതികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. യമനിലെ സനായിലേക്ക് വന്ന ഇറാൻ വിമാനത്തെ തടയാനായി സൗദി യുദ്ധവിമാനങ്ങൾ യമന്റെ വ്യോമാതിർത്തിയിലേക്ക് കടന്നതോടെയാണ് ഈ പ്രതികരണമെത്തിയത്. പരിക്കേറ്റവരും രോഗികളുമായ യമനികൾ ഉൾപ്പെടെ 200-ലധികം യാത്രക്കാരുമായി വന്ന ഇറാൻ യാത്രാ വിമാനം സനാ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് തടയുകയായിരുന്നു സൗദി യുദ്ധവിമാനങ്ങളുടെ ശ്രമം. ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സൗദി യുദ്ധവിമാനങ്ങൾ യമൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചത്. മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതികൾ പ്രതിരോധിച്ചതോടെ സൗദി യുദ്ധവിമാനം ലാൻഡിംഗ് തടസ്സപ്പെടുത്താതെ മടങ്ങിയെന്ന് ഹൂതി സൈനിക വക്താവ് യഹിയ സാരി പറഞ്ഞു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ സൗദി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വർഷങ്ങളായി സൗദി അമേരിക്കൻ ഉപരോധങ്ങൾക്ക് കീഴിലാണ് യമൻ. സനാ വിമാനത്താവളത്തിന്മേലുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു സർവീസ്. സൗദി തടഞ്ഞാലും ഇറാനും സനായ്ക്കുമിടയിലുള്ള സർവീസുകൾ തുടരുമെന്നും സരി വ്യക്തമാക്കുന്നു. 2022 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിലുണ്ടായ വെടിനിർത്തലിന് ശേഷം ഹൂതി സൗദി സംഘർഷങ്ങളിൽ കാര്യമായ കുറവുണ്ടായിരുന്നു. പലസ്തീനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് 2023 ചെങ്കടലിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇതിനെ മറികടക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഹൂതികൾക്കെതിരെ ആക്രമണവും ഉണ്ടായിരുന്നു. എന്നാൽ US-ഇറാൻ സംഘർഷ സമയത്ത് ഹൂതികൾ ഇറാന് പിന്തുണയുമായി എത്തിയിരുന്നില്ല എന്നതും ഇവിടെ പ്രധാനമാണ്. അതേസമയം കഴിഞ്ഞ ആഴ്ച ബഹ്റിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ സൗദി ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ബഹ്റിന് നേരെ 1-ലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. സൗദി വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രസ്താവന ഇറക്കിയത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിലെ നഗ്നമായ ലംഘനവുമാണ് ഈ ആക്രമണമെന്നായിരുന്നു സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇത്തരം നിയമലംഘനങ്ങൾ മേഖലയിൽ സുരക്ഷിതത്വവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും സൗദി ഓർമ്മിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ ബഹ്റിനോടുള്ള പൂർണ്ണ ഐക്യദാർഢ്യം സൗദി ആവർത്തിക്കുകയും ചെയ്തു. സ്വന്തം പരമാധികാരവും സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി ബഹ്റിൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും സൗദി അറേബ്യയുടെ പിന്തുണയുണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം ഇപ്പോഴും കലുഷിതമായി തുടരുകയാണ്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. വെള്ളിയാഴ്ച നടന്ന ഈ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഇരുവരും ഉടൻ തന്നെ നേരിൽ കാണാൻ തീരുമാനിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇറാൻ, ലെബനൻ എന്നിവിടങ്ങളിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും വെടിനിർത്തൽ സാധ്യതകളുമാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തത്. ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചതായി വിവരമുണ്ട്. എന്നാൽ സിറിയൻ ഭൂപ്രദേശങ്ങളിലേക്ക് ഇസ്രയേൽ സൈന്യം നടത്തുന്ന തുടർച്ചയായ കടന്നുകയറ്റങ്ങളെയും വ്യോമാക്രമണങ്ങളെയും സൗദി അറേബ്യ ശക്തമായ ഭാഷയിൽ അപലപിച്ചതും വാർത്തയായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് സിറിയയിലെ ഖുനൈത്ര, ദർആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തുന്ന പീരങ്കി ആക്രമണങ്ങൾ അടിയന്തരമായി നിർത്തലാക്കണമെന്നായിരുന്നു സൗദി വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത്. നിരപരാധികളായ സാധാരണക്കാരെ ഭീതിയിലാഴ്ത്തുന്ന ഇത്തരം സൈനിക നടപടികൾ മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും സിറിയയുടെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും മാനിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്നുമാണ് മന്ത്രാലയം പ്രസ്താവനയിൽ കൂടി വ്യക്തമാക്കിയത്. മേഖലയിൽ സുരക്ഷിതത്വവും സ്ഥിരതയും നിലനിർത്തുന്നതിനായി 1974 യുദ്ധവിരാമ കരാർ കൃത്യമായി പാലിക്കാൻ എല്ലാ കക്ഷികളും ബാധ്യസ്ഥരാണെന്ന് രാജ്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സിറിയൻ അതിർത്തിയിലെ സുരക്ഷാ മേഖലയിൽ കടന്നുകയറി നിരവധി സായുധരെ വധിച്ചതായും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നീക്കങ്ങൾക്കെതിരെ സൈനിക നടപടികൾ തുടരുമെന്നുമാണ് ഇസ്രയേൽ സൈന്യം അന്ന് പ്രഖ്യാപിച്ചത്. അറബ് മേഖലയിലെ സമാധാനത്തിന് സിറിയയുടെ ഐക്യവും സുരക്ഷയും അനിവാര്യമാണെന്ന് വ്യക്തമാക്കിയ സൗദി സിറിയൻ ജനതയ്ക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.